ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ അധികം ഇത് കണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഫെർണി എന്നാണ് അറിയപ്പെടുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അവരുടെ ഒരു പായസം എന്നൊക്കെ പറയും പോലത്തെ ഒരു ഐറ്റമാണ്. പക്ഷേ ഇത് വളരെ ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിക്കാനായിട്ട്. നമ്മൾ വെണ്ണ പോലെയൊക്കെ ഇരിക്കും കേട്ടോ. ഈ രീതിയിലാണ് ഇത് ഇരിക്കേണ്ടത്. കണ്ടല്ലോ, ഇതേപോലെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാമേ. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പം ജീരകശാല അരി ഉണ്ടല്ലോ, നമ്മുടെ ബിരിയാണിക്കൊക്കെ വയ്ക്കുന്ന. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ബസുമതി അരി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണേ. എൻ്റെ അതില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെടുത്തത്. ഇതൊരു 1/4 കപ്പ് എടുത്ത് ഒന്ന് കഴുകിയിട്ട് ഒന്ന് കുതിർക്കാൻ വയ്ക്കണം. ഒരു 2-3 മണിക്കൂർ ഞാൻ ഇപ്പോൾ കുതിർത്തിട്ടുണ്ട്. ഈ ഒരു കണക്ക് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് പിസ്ത വേണം, പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പ് വേണം, പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര, പിന്നെ ഇത്തിരി കുങ്കുമപ്പൂവ് ഉണ്ടെങ്കിൽ മതി കേട്ടോ, അല്ലെങ്കിൽ വേണ്ട. പിന്നെ 1 കപ്പ് പാല്. അപ്പോൾ ഈ നട്ട്സൊക്കെ ഒന്ന് നുറുക്കിയെടുത്ത് വയ്ക്കാമേ. പിന്നെ ഇതിൽ ഒരു മിക്സഡ് ജാറിലേക്ക് നമ്മളിപ്പോൾ കുതിർത്ത അരി ഒന്ന് അരയ്ക്കാൻ നല്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. കാരണം വെച്ചാൽ അരഞ്ഞു പോകരുത് കേട്ടോ. നട്ട്സൊക്കെ ഒന്ന് നുറുക്കി കൊണ്ടുവരാം. എല്ലാം ഞാൻ നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഡെക്കറേഷനാണ് ആവശ്യം കേട്ടോ. പിസ്ത ഈ ഒരു കണക്കാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ ഒന്ന് നുറുക്ക്, ഇതാണ് വേണ്ടത്. അരഞ്ഞു പോകരുത്. കണ്ടല്ലോ, ഇങ്ങനെ തരിയായിട്ട് റവടക്കാളും കുറച്ചുകൂടെ ഒന്ന് കനത്തിൽ. ഇനി ഒരു പാന് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് തിളയ്ക്കണം കേട്ടോ. ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇതത്രയും ഈ കുതിർക്കുന്ന ഒരു ജോലി മാത്രമേ ഇതിനകത്തുള്ളൂ കേട്ടോ. പാലിത ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ക്രഷ് ചെയ്ത അരി നമുക്ക് ഇതിലോട്ട് ചേർത്ത് ഒന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചിലർ അരി വേവിച്ചതിന് ശേഷം പാലൊഴിക്കും, പക്ഷെ അങ്ങനെയല്ല. ഇനി ഇതിൽ പഞ്ചസാര ചേർക്കാം. നമ്മൾ പാലിൽ തന്നെ ഈ അരി വെന്ത് വരണം കേട്ടോ. അപ്പോഴാണ് നല്ല സോക്കായിട്ട് നല്ല കുതിർന്ന് ക്രീമി ടെക്സ്റ്റിലോട്ട് വരുന്നത്. ഇനി നമുക്ക് നുറുക്കി അണ്ടിപ്പരിപ്പ് ഒരു നുള്ളു സാഫ്രോണിലോട്ട് ചേർക്കാം. അപ്പോഴാണ് ഇതിനൊരു മഞ്ഞ കളർ കിട്ടുന്നത് കേട്ടോ. ബസ്മതി അരി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണേ. അതില്ലെങ്കിൽ മാത്രം ഈ ബിരിയാണി അരി എടുത്താൽ മതി. ഒരിക്കലും പച്ചരി എടുക്കരുത് കേട്ടോ, എങ്കിൽ വേറെ ടെക്സ്റ്റായി പോവും. അപ്പം ഈ കണക്കിന് ഒന്ന് ക്രീമി ഫോമിലോട്ട് ഒന്ന് ആക്കി ഇത് ഓഫ് ചെയ്യണം. ഒന്ന് അല്പം തണുത്ത ശേഷം ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു മൺകുടത്തിലാണ് ഞാനിപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മീതെ കുറച്ച് പിസ്തയും പിന്നെ ഒരു നുള്ളു കേസറും, അതായത് സാഫ്രോണും കൂടെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ ഒന്ന് എടുത്ത് വെച്ച് നമുക്ക് വെക്കാം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഫോം നമുക്ക് കിട്ടുന്നത് കേട്ടോ. സത്യം പറഞ്ഞ് ഇത് അരമണിക്കൂറൊന്ന് തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഇതിൻ്റെ സ്വാദ് ഇരട്ടിയാണ് കേട്ടോ. അപ്പം ഇതെല്ലാവർക്കും എല്ലാ മക്കൾക്കും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണേ. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ഞാൻ എല്ലാ റെസിപ്പിയും പറയുന്നത്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടതെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.